നോക്കി നിൽക്കേ ആകാശത്തുനിന്ന് തീയിറങ്ങുന്ന അഭിഷേകം ആകാശത്തുനിന്ന് നോക്കി നിൽക്കേ ആകാശത്തുനിന്ന് തീയിറങ്ങുന്ന അഭിഷേകം ഞങ്ങൾക്കും വേണം നാഥ, ഞങ്ങൾക്കും വേണം. ഞങ്ങൾ നിന്റെ സ്വന്തം മക്കളാ, ഞങ്ങൾക്കും വേണം കർത്താവേ, ഞങ്ങൾക്കും വേണം. ഞങ്ങൾ നിന്റെ സ്വന്തം മക്കളാ, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. ഞങ്ങൾ നിന്റെ സ്വന്തം മക്കളാ. ഒരുമിച്ച് മന്ത്രിച്ചു പാടാം. ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. ഞങ്ങൾ നിന്റെ സ്വന്തം മക്കളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു സ്വപ്നമല്ല. ഇന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2 ദിനവൃത്താന്തം 7:3. 2 ദിനവൃത്താന്തം 7:3 വചനം കൃത്യമായി ആരാധിക്കുന്നവരോട് പറയുകയാണ്. 2 ദിനവൃത്താന്തം 7:3 ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങുന്നതും ദേവാലയത്തിൽ ദൈവമഹത്വം ഉയർന്നു വരുന്നതും ജനം കണ്ടിട്ട് അവർ ആരാധിച്ചു. അവർക്ക് കേട്ടിട്ടല്ല, അവരോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ദർശനം കണ്ടിട്ടല്ല, അതൊരു നാട്ടറിവല്ല, അതൊരു കേട്ടറിവല്ല, അതൊരു ഊഹാപോഹമല്ല. ആകാശത്തുനിന്നും അഗ്നി ഇറങ്ങുന്നത് ജനം ഒരുമിച്ച് കണ്ടു. അതുകൊണ്ട് ആരും പറയാതെ അവർ സാഷ്ടാംഗം പ്രണമിച്ചു. 2 ദിനവൃത്താന്തം 7:3 നോക്കി നിൽക്കേ ആകാശത്തുനിന്ന് തീയിറങ്ങുന്ന അഭിഷേകം. നോക്കി നിൽക്കേ ആകാശത്തുനിന്ന് തീയിറങ്ങുന്ന അഭിഷേകം. ഞങ്ങൾക്കും വേണം നാഥ, ഞങ്ങൾക്കും വേണം. ഞങ്ങൾ നിന്റെ സ്വന്തം മക്കളാ. അവകാശത്തോടെ ഞങ്ങൾക്കും വേണം നാഥ, ഞങ്ങൾക്കും വേണം. ഞങ്ങൾ നിന്റെ സ്വന്തം മക്കളാ. മനസ്സിലുള്ളവരെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം ആരാധകന് നമ്മുടെ കർത്താവ് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതെല്ലാം ഗോഷ്ഠിയാണ്. 2 മക്കബയർ 15:27 ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം ജനത്തെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ ഇന്നത് വായിക്കണം. ഇപ്പോൾ ഈ ശുശ്രൂഷ കൂടുമ്പം വചനമെടുത്ത് തുറക്കണം. 2 മക്കബയർ 15:27 2 മക്കബയർ 15:27 ദൈവത്തിൻ്റെ നേരിട്ടുള്ള എ മോസ്റ്റ് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു സാന്നിധ്യം. തോളത്ത് സ്നേഹിതൻ കൈവെക്കും പോലെ, കൂടെ ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുന്നത് പോലെ 2 മക്കബയർ. ഇപ്പോൾ വചനം തുറന്ന് ഈ അഭിഷേകം യാചിച്ചുകൊണ്ട് ആരാധിക്കുക. 2 മക്കബയർ 15:27 നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. ഇതില്ലാതെ എൻ്റെ ആരാധനയ്ക്ക് അർത്ഥമില്ല. 2 മക്കബയർ 15:27 ഇപ്പോൾ തന്നെ വചനമെടുക്ക്. ഈ വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ആരാധിക്കുമ്പോൾ നീ പറ, നേരിട്ടുള്ള ഒരു പ്രവൃത്തി, നേരിട്ടുള്ള കേട്ടറിവ് എനിക്ക് വേണ്ട. നാട്ടറിവൊക്കെ പോട്ടെ, പോയി മറയട്ടെ. എനിക്ക് നിൻ്റെ നേരിട്ടുള്ള ഒരു ദീപം കൺമുമ്പിൽ
ശക്തി ഇറങ്ങുന്നത് പോലെ 2 മക്കബയർ 15:27, 2 ദിനവൃത്താന്തം 7:3 രണ്ടും സംഭവിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നേരിട്ട് എൻ്റെ വലം കൈ നീ പിടിക്കണം. ഉലഞ്ഞവരെ, കരഞ്ഞവരെ, തകർന്നവരെ, വീണവരെ, കുതിർന്നവരെ, മറഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്നവരെ നീ കൈ പിടിച്ചുയർത്തണം. നിന്റെ ഒരു പ്രവൃത്തി കാണട്ടെ. ആമേൻ, 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 ആമേൻ. ഇനി കരയാതിരിക്കാൻ ദൈവത്തിന്റെ ദൂതൻ നിങ്ങളെ കെട്ടിപ്പിടിക്കട്ടെ. ഇനി മനസ്സുലയാതിരിക്കാൻ ദൈവദൂതന്മാർ നമ്മളെ ചേർത്ത് പിടിക്കട്ടെ. ദൈവദൂതന്മാർ ഉറങ്ങുന്ന സപ്രമഞ്ചത്തിൽ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തട്ടെ. ദൈവദൂതന്മാരുടെ സിംഹാസനത്തിൽ, പുത്രന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കട്ടെ. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. ആമേൻ, 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 ആമേൻ. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. ആമേൻ, ആമേൻ, എല്ലാവരും നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. ആമേൻ, 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 ആമേൻ. ദർശനങ്ങൾ പോരാ, ഭാവനയും പോരാ, കേട്ടറിവ് പോരാ, നാട്ടറിവ് പോരാ. പഠിക്കേ. ദർശനങ്ങൾ പോരാ, ഭാവനയും പോരാ, കേട്ടറിവ് പോരാ, നാട്ടറിവ് പോരാ, പോരാ. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. ആമേൻ, 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 ആമേൻ. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. എനിക്ക് നാട്ടറിവ് പോരാ, എനിക്കിനി കേട്ടറിവ് പോരാ. ആരെങ്കിലും പറഞ്ഞിട്ടല്ല, അവര് പറഞ്ഞിട്ടല്ല, ആ പ്രസംഗം കേട്ടതുകൊണ്ടല്ല. എനിക്ക് നേരിട്ട് കാണണം കർത്താവേ, എനിക്ക് നേരിട്ട് കാണണം. തോമാശ്ലീഹായെ പോലെ അടിയങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, 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 ആമേൻ. അത് സംഭവിക്കട്ടെ. കർത്താവേ, എന്നെ കൈവിട്ട് കളയരുതേ, എന്നെ ഒറ്റപ്പെടുത്തരുത് ദൈവമേ. എന്നെ അവിടുന്ന് ഏറ്റെടുത്ത് എന്റെ വേദനകളെ നീ മനസ്സിലാക്കി കൂടെ നിൽക്കണമേ. ആമേൻ. കൂടെ ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുന്ന പോലെ, എന്റെ ഒരു സ്നേഹിതൻ തോളത്തു തട്ടുന്ന പോലെ. കൂടെ ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുന്ന പോലെ, എന്റെ ഒരു സ്നേഹിതൻ തോളത്തു തട്ടുന്ന പോലെ. കൂടെ ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുന്ന പോലെ, എന്റെ ഒരു സ്നേഹിതൻ തോളത്തു തട്ടുന്ന പോലെ. കൂടെ ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുന്ന പോലെ, എന്റെ ഒരു സ്നേഹിതൻ തോളത്തു തട്ടുന്ന പോലെ. നേരിട്ടുള്ള സ്നേഹം നൽകണമേ നാഥ, മറ്റൊന്നുമേ വേണ്ട, വേറൊന്നുമേ വേണ്ട, വേണ്ട. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. എല്ലാവരും ചേരട്ടെ. ആമേൻ. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. ഉറക്കം പാടാം. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. കേട്ടറിവ് പോരാ, നാട്ടറിവ് പോരാ, കേട്ടറിവ് പോരാ, നാട്ടറിവ് പോരാ. ദർശനങ്ങൾ പോരാ, ഭാവനയും പോരാ, പോരാ. നിന്റെ ഒരു പ്രവൃത്തി കാണണം പൊന്നു കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. എല്ലാവരും പാടട്ടെ. നിന്റെ ഒരു പ്രവൃത്തി കാണണം പൊന്നു കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ ഒരു പ്രവൃത്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തേക്ക് പറക്കാനൊരു അഭിഷേകം, ആത്മാവിൽ പറക്കാനൊരു അഭിഷേകം, വേദനകളെ മറക്കാനൊരു അഭിഷേകം,
പാപങ്ങളെ മറയ്ക്കാനൊരു അഭിഷേകം കർത്താവേ തരണമേ. ഹല്ലേലൂയ. ഈ ഉള്ളവരോട് കരുണ കാണിക്കണമേ. സത്യത്തോടെ ആരാധിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ഏകരക്ഷകനായ ഈശോ മിശിഹായെ, അങ്ങയും അങ്ങയുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാറ്റേ, കടലേ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഭാരങ്ങളെ, മിന്നലേ, മിന്നൽ പിണരേ, നിങ്ങളോടൊപ്പം ഞങ്ങൾ ആരാധിക്കുന്നു. മഞ്ഞു പെയ്യുന്ന മരങ്ങളെ, പൂക്കൾ തരുന്ന മരങ്ങളെ, കുളിരും സാന്ത്വനവും നൽകുന്ന അരുവികളെ, നിങ്ങളെപ്പോലെ എപ്പോഴും ആത്മാവിൽ ആരാധിക്കാൻ ഞങ്ങളിതാ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ആകാശത്തേക്ക് നോക്കിയാൽ ആരാധിക്കാതിരിക്കാനാകുമോ? മലമുകളിലേക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് മിഴിയടയ്ക്കാൻ കഴിയുമോ? കാറ്റേ, കടലേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ, മേഘമേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. താളത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആത്മാവിൻ്റെ ആനന്ദ കീർത്തനങ്ങളോടുകൂടെ നമുക്ക് പാടാം. കാറ്റേ, അടങ്ങിയിരിക്കാതെ നീ പാടുന്നത് പോലെ, കടലേ, തിരകളാൽ നീ സ്തുതിക്കുന്നത് പോലെ ഞങ്ങളും ആരാധിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൻ്റെ പൂർണ്ണ ശക്തിയോടെ നിങ്ങളോടൊപ്പം ഞങ്ങളും ചേരുന്നു. കുറവുകളും ശബ്ദത്തിൻ്റെ പിഴവുകളും നിങ്ങൾ മറയ്ക്കണമേ. നിങ്ങളാണല്ലോ ഈശോയെ, പരിശുദ്ധാത്മാവിനെ, പിതാവിനെ ഏറ്റവും നന്നായി ആരാധിക്കാൻ, കലർപ്പില്ലാതെ കളവില്ലാതെ ആരാധിക്കാൻ പഠിച്ചവര്. അതിനാൽ ഞങ്ങളും ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് ചേരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. ആമേൻ, ആമേൻ, ആമേൻ. കാറ്റേ, കടലേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ, മേഘമേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. കാറ്റേ, കടലേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ, മേഘമേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ പിടച്ചിലുകളോട് ചേർന്ന്, എന്നെ അറിയുന്ന സഹോദരങ്ങളോട് ചേർന്ന്, എന്നെ മുറിവേൽപ്പിച്ചവരോട് ചേർന്ന് ആരാധിക്കുന്നു. എൻ്റെ അലച്ചിലുകൾ എണ്ണുന്ന അപ്പാ, എൻ്റെ പിടച്ചിലുകൾ അറിയുന്ന അപ്പാ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നോട് പിടച്ചിലുകൾ എണ്ണി അറിയുന്നോനേ, ആത്മാവിൻ നൊമ്പരങ്ങൾ എല്ലാം അറിയുന്നോനേ, ആത്മാവിലും സത്യത്തിലും ഒന്നു ചേർന്നാരാധിക്കാം. കാറ്റേ, കടലേ, കാറ്റേ, കടലേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ, മേഘമേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. എല്ലാവരും ചേരട്ടെ, പാട്ട് നോക്കണ്ട. കാറ്റേ, കടലേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ, മേഘമേ, വാ, ദൈവത്തെ സ്തുതിപ്പിൻ. സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും വീണ്ടും മടികൂടാതെ ഉയർത്തി കാറ്റിനോടൊപ്പം കരങ്ങൾ വീശി, കാറ്റിനോടൊപ്പം കരങ്ങൾ വീശി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ പ്രകാശം എൻ്റെ മേലെ ഇറങ്ങി വരട്ടെ. സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ പിതാവേ, 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 നിനക്കാരാധന, നിനക്കാരാധന, നിനക്കാരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ കൂടാരമടിച്ചവനെ കള്ളത്തരമില്ലാതെ ആരാധിക്കാം. നമ്മുടെ കൂടെ ഒട്ടിച്ചേർന്നവനെ കപടതയില്ലാതെ ആരാധിക്കാൻ ആഗ്രഹിക്കാം. എത്ര ശ്രമിച്ചാലാണ് നമ്മുടെ ഹൃദയം ഒന്ന് നിർമ്മലമാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മുറിവുണ്ട്, ചതവുണ്ട്, പിഴവുണ്ട്, കണ്ണുനീരുണ്ട്, നൊമ്പരമുണ്ട്, അലച്ചിലുണ്ട്, വീഴ്ചയുണ്ട്, ദുരിതങ്ങളുടെ ഓർമ്മകളുണ്ട്. അവയെല്ലാം നമ്മളെ എപ്പോഴും പിന്നോട്ട് പിടിച്ച് വലിക്കുമ്പം കർത്താവേ, എൻ്റെ മുമ്പിൽ നീ മുറിഞ്ഞിട്ടും വീഴാതെ കരഞ്ഞിട്ടും കുലുങ്ങാതെ നിൽക്കുന്നല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ, നിൻ്റെ മുഖം ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. എനിക്കെൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ആരും തുണയില്ലാതെ ഒരു വലിയ മൈതാനത്ത് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഒരു തരി മഞ്ഞ് പോലുമില്ലാതെ ഈ വേനൽ ഞാൻ എങ്ങനെ കടക്കും? ഒരു തുള്ളി ദാഹജലം പോലുമില്ലാതെ ഈ കൊടിയ ഉഷര മരുഭൂമി ഞാൻ എങ്ങനെ താണ്ടും കർത്താവേ? ചിറകൊടിഞ്ഞ പക്ഷി പോലെ ഞാൻ പറന്ന് പോയി വിശ്രമിക്കുവാൻ മാടപ്രാവിൻ്റെ ഒരു ചിറക് പോലും എനിക്കില്ല. ദൈവമേ, ഞാൻ വല്ലാതെ തകർന്നിരിക്കുന്നു, ഞാൻ വല്ലാതെ മുറിഞ്ഞിരിക്കുന്നു, ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാവരും ഉണ്ടെങ്കിലും എനിക്കാരുമില്ല കർത്താവേ. ചുറ്റി നിൽക്കാൻ ജനസാഗരമുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് കർത്താവേ. ഈ മുറിവുകൾ പൊത്തിപ്പിടിച്ച്, ഈ മുറിവുകൾ മൂടിപ്പിടിച്ച് ഞാൻ നിന്നെ ആരാധിക്കുന്നു. 2.5 വയസ്സിൽ 3 വയസ്സിൽ മുറിഞ്ഞവനാ ഞാൻ. ഇന്നാള് വരെ ഞാൻ കരഞ്ഞും മുറിഞ്ഞും തകർന്നും പിഴഞ്ഞും സ്വയം പഴിച്ചും പരിതപിച്ചും ഞാനിങ്ങനെ ആയിപ്പോയി നാഥ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഏക പ്രതീക്ഷയായ കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. മുറിഞ്ഞവനെ, മുറിവേറ്റവനെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. നമ്മുടെ ക്ഷതങ്ങളാണ് അവൻ അടിമുടി വഹിച്ചത്. നമുക്ക് വേണ്ടിയിട്ടാണ് അവൻ ചതയ്ക്കപ്പെട്ടത്. അവന് മുറിവേൽപ്പിക്കപ്പെടണമെന്നത് ദൈവഹിതമായിരുന്നു. അവൻ്റെ മുറിവോട് ചേർത്ത് കർത്താവേ, എൻ്റെ ഒരർത്ഥവുമില്ലെന്ന് ഞാൻ കരുതുന്ന മുറിവുകളും പങ്കപ്പാടുകളും കാഴ്ചവെക്കുന്നു. എല്ലാവരും ഇഷ്ടമുള്ളതുപോലെ എന്നെ കുത്തുന്നു. മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലും എനിക്കില്ല. മനസ്സ് തകർന്നു പോയി, ഹൃദയം മുറിഞ്ഞു പോയി, ശരീരം വിവിധത്തിലായി. മുറിഞ്ഞവനെ, മുറിവേറ്റവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കുനിഞ്ഞവനെ, കുരിശെടുത്തവനെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. മുറിഞ്ഞവനെ, മുറിവേറ്റവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. മുറിഞ്ഞവനെ, മുറിവ് വല്ലാതെ അറ്റവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. വലതുകരം നെഞ്ചിൽ വെച്ച് നമുക്ക് കേൾക്കാം, പിന്നീട് ഏറ്റുപാടാം. മുറിഞ്ഞവനെ, മുറിവേറ്റവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഒരുമിച്ച് പാടാൻ ശ്രമിക്കാം. മുറിഞ്ഞവനെ, മുറിവേറ്റവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കുനിഞ്ഞവനെ, കുരിശെടുത്തവനെ, കുനിഞ്ഞവനെ, കുരിശെടുത്തവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും കുനിഞ്ഞവനെ, കുരിശെടുത്തവനെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ശുശ്രൂഷ കൂടുന്നവരെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. വീഴ്ചയിൽ നിന്നും താഴ്ചയിൽ നിന്നും മനസ്സറിഞ്ഞ് നമ്മെ പിടിച്ചുയർത്തുന്നവൻ്റെ മുമ്പിൽ പ്രതീകാത്മകമായി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആ സെറ്റിയിൽ നിന്നും കസേരയിൽ നിന്നും എല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക.
എഴുന്നേറ്റ് നിന്നേ. ഇനി എഴുന്നേറ്റ് നിൽക്കാൻ ഒട്ടും സാധിക്കാത്തവർ ആരുടെയെങ്കിലും സഹായത്തോടെ കരമുയർത്തിപ്പിടിക്കുക. മുറിഞ്ഞവനെ നമുക്ക് കൈ കൊട്ടി നൃത്തം ചവിട്ടി ആരാധിക്കാം. വീട്ടിൽ ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കുക. ആമേൻ. വാത്സല്യമുള്ളവരെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നും എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന സെറ്റിയിൽ നിന്നും കസേരയിൽ നിന്നും സ്റ്റൂളിൽ നിന്നും എഴുന്നേറ്റ് നിൽക്ക്, എഴുന്നേറ്റ് നിൽക്ക്, എഴുന്നേറ്റ് നിൽക്ക്. ഇനി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തവര് ആരുടെയെങ്കിലും സഹായത്തോടെ കൈ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ കഥകൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് നമുക്ക് നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കാം. എല്ലാം മറന്ന് നമ്മുടെ മേലെ ദൈവശക്തി ഇറക്കുന്ന ദൈവത്തെ, മുറിവേറ്റ ദൈവത്തെ ആരാധിക്കാം. മുറിഞ്ഞവനെ മുറിവേറ്റവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. ആമേൻ. മുറിഞ്ഞവനെ മുറിവേറ്റവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. മുറിഞ്ഞവനെ മുറിവേറ്റവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും പാടിക്കേ. മുറിഞ്ഞവനെ മുറിവേറ്റവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. കുനിഞ്ഞവനെ കുരിശെടുത്തവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. കുനിഞ്ഞവനെ കുനിഞ്ഞവനെ കുരിശെടുത്തവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും പാടിക്കേ. കുനിഞ്ഞവനെ കുരിശെടുത്തവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. എല്ലാവരും കുനിഞ്ഞവനെ കുരിശെടുത്തവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. കരം ഉയർത്തിക്കൂട്ടി നൃത്തം ചവിട്ടാം. എല്ലാവരും ചേരട്ടെ. നമുക്ക് നഷ്ടപ്പെടാൻ നമ്മുടെ കൈവിലങ്ങുകളും ബന്ധനങ്ങളുമേ ഉള്ളൂ. നേടാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ വിടുതലും വരങ്ങളും തലയ്ക്ക് മുകളിൽ നക്ഷത്രങ്ങളെ പോലെ നിൽക്കുന്നു. ചാടി ദൈവത്തെ ആരാധിക്കേ. ആമേൻ. കരഞ്ഞവനെ കൈപ്പ് കുടിച്ചവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. പാടാം. കരഞ്ഞവനെ കൈപ്പ് കുടിച്ചവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. വീണവനെ വീണിഴഞ്ഞവനെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. വീണവനെ വീണിഴഞ്ഞവനെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. മുറിഞ്ഞവനെ മുറിവേറ്റവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. സന്തോഷത്തോടെ പാട്. മുറിഞ്ഞവനെ മുറിവേറ്റവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. കുനിഞ്ഞവനെ കുരിശെടുത്തവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. കുനിഞ്ഞവനെ കുരിശെടുത്തവനെ ഞാനങ്ങേ ആരാധിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാം. കരമുയർത്തി എല്ലാം മറക്കട്ടെ. എല്ലാം ഓർക്കുന്ന ദൈവത്തിന് മുമ്പിൽ ആരവത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. 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 നോക്കി നിൽക്കുമ്പോൾ തീയിറക്കുന്ന ദൈവം, നോക്കി നിന്നപ്പോൾ അഗ്നിയായി ഇറങ്ങി വന്ന ദൈവം 2 ദിനവൃത്താന്തം 7:3 നിങ്ങളുടെ മേലെ ഇറങ്ങി വരട്ടെ. തലയുടെ മുകളിൽ ചാന്തുപൊട്ടുപോലെ തങ്കഭസ്മക്കുറി പോലെ ഇപ്പോൾ തന്നെ എരിയുന്ന ദൈവസ്നേഹത്തിൻ്റെ ദീപനാളം, നോക്കി നിൽക്കേ ഇറങ്ങുന്ന അഭിഷേകം നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ആമേൻ ആമേൻ.